ഒരു 30 ടോട്ടല് 96 കിലോമീറ്ററാണ്. ഒരു 400 തെങ്ങ് വെച്ചിട്ടല്ലേ? 400 തെങ്ങ് വെച്ച് ഏത് കൊണ്ട് വെച്ചിടാമോ? ഭാരതത്തോട് അതേടെ സ്ഥലടാ ഓയിച്ചാലും അടിച്ചു. ഇപ്പൊ നല്ല ക്ലൈമറ്റാണ്. ക്ലിയർ ഇല്ല അല്ലടാ. പറക്ക് മയിലേ. നമ്മൾ പാണത്തൂർ ടൗണിലാണ്. അതാ പറഞ്ഞു നേരെ പറ്റുമോ. ഇപ്പോ ഇത് മറ്റേ സ്കൂളിൽ പോകുന്ന പോലെ ഉണ്ട്. മറ്റേ സ്കൂളിൽ പോകുന്ന പോലെ. ഞാൻ കറുപ്പെടുക്കായിരിക്കും. നീ കറുപ്പെടുത്ത കോട്ട് കയറൂല അതിൽ. ഉണ്ടോ ഗൈസ്? വെള്ളം വേണം. അധ്വാനിച്ചിട്ട് വെള്ളം വേണ്ട സംഭവമാണ്. പറയാൻ പാടുപെടും. ഫോറസ്റ്റിന്റെ വണ്ടി ഉണ്ടാവൂടാ. നമ്മൾ പാണത്തൂര് കഴിഞ്ഞിട്ട് കർണാടക ഫോറസ്റ്റിലേക്ക് കൂടിയാണ് പോകുന്നത്. വണ്ടി പോയിട്ട് ഒരു ഈച്ച വരെ ഇവിടെ കാത്തില്ല. വല്ല പുലിയാറ്റുണ്ടോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത്ര നല്ല റോഡൊന്നുമല്ല അല്ലേ? മോശം റോഡാ പറയാനാ. ഓ വെള്ളച്ചാട്ടം. ഇതാ നല്ല പോകുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. നയാഗ്ര വെള്ളച്ചാട്ടം. ഗൈസ്, 2 പട്ടിക്കുട്ടികളുണ്ട്. അടാ ഗൈസ്, എന്ത് സ്നേഹം നോക്കിയേ. നമ്മളിപ്പോൾ ഒരു ചെറിയ ചായക്കടയിൽ കയറിയിട്ടായിരുന്നു. ഒരു ചായ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? സുടരി ഇരുളിലേങ്ങാതെ വെളിതാ കഥവേ മോ വണ്ടി പോരുക. മഴ പെയ്താണ്ടല്ല ഈ റോഡ് ചെറുമ്പയിടായിരിക്കും. ഗോപ്രോ ഉണ്ടെങ്കിലല്ലോ ഒരു സെൻസർ ഇട്ടായി. ഗായ്സ് ഇതാ ഒരപ്പൂർവ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട് ഗായ്സ്. എടാ പാവടാ, എക്സ്പ്ലോർ ചെയ്തിട്ട് നോക്കൂ. കള്ളക്കടത്ത് നമ്മളെ പാഷൻ ത്രോ എടുത്തിട്ടാണ് പോകുന്നത്. ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ ഏടെല്ലാം പോയിട്ടുണ്ട്. പോകുന്ന സ്ഥലത്തല്ലേ ഇതല്ലേ എടുക്കല്. ബൈക്കുണ്ട്. ഏടാ ഇതുവരെ ഈ വണ്ടി നമ്മളെ ചതിച്ചിട്ടില്ല. ഇതിനു മുന്നേ വയനാട്ടിലേക്ക് ഇതെടുത്തിട്ട് പോയിട്ടുണ്ട്. വയനാട്ടിലേക്ക് എത്ര മണിക്കൂർ? 3.5 മണിക്കൂർ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പോയിട്ടുണ്ട്. വയനാട് ഏകദേശം നമ്മൾ ഫുള്ള് കറങ്ങിന്നല്ലേ. ഇപ്പം അതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ട്രിപ്പ് സെറ്റാക്കിയത്. ഇതും വലിയ പ്ലാനൊന്നുമില്ല, തലക്കാവേരിന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഇങ്ങനെ വന്ന് ഫോറസ്റ്റിലെത്തി. അപ്പോൾ എപ്പോഴും നമ്മ പോകുന്ന പോലെ തന്നെ നമ്മളെ കൂടെ നമ്മളെ പാഷൻ പ്രോനെയും കൂട്ടിലുണ്ട്.
ഫാഷൻ ബ്രോനെ പറ്റി പറയാൻ കൂടുതലൊന്നുമില്ല അല്ലേ? ശരിക്ക് വണ്ടി ഇത്രയും ഇറങ്ങി എന്റെ വണ്ടി ഇറങ്ങി. ഫാഷൻ ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും നല്ല വണ്ടി അറിയില്ല. അതായത് ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് പകരം ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി എടുക്കുകയാണെങ്കിൽ വീട്ടിൽ ഷീറ്റിട്ട് പൊത്തി വെക്കുകയും എണ്ണ എടുക്കാൻ പൈസ ഉണ്ടാവില്ല. ഇത് പറഞ്ഞാൽ അത്യാവശ്യം മൈലേജ് ഇല്ലേ? മൈലേജ് ഉണ്ട്. പിന്നെ നമ്മളെ ഇതുവരെ ഇങ്ങനെ പണിയൊന്നും വന്നിട്ടില്ല. ഇപ്പം ഈ കാട്ടിന്ന് വരുമോന്നും അറിയില്ല. അപ്പം അങ്ങനെ ഇനിയൊരു 20 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പം നമുക്ക് ആടെ എത്തിയിട്ട് ബാക്കി വിശേഷം പങ്കുവെക്കാം. ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടുന്ന് തലക്കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറീൻ്റെ ഒരു റെസീറ്റ് മുറിച്ച് തന്നിട്ടുണ്ട്. പോകുമ്പോൾ വരുമ്പോൾ ഇത് കാണിക്കാനാന്നല്ലടാ പറഞ്ഞേ? ആ അപ്പം 20 റുപ്യാണ് മുറിച്ചത്. അവരുടെ നല്ല മര്യാദ അല്ലേ? നോക്കൂ, ഇതേ എവിടുന്ന ഒഴുകി വരുന്നതാണ്. ഗൈസ് ഗൈസ് കോട കണ്ടോ ഗൈസ്? ഫൈനാ? വിട് 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 നിർത്തല. എന്ത് എന്ത് ഫൈനാ? ആ ചങ്ങായി എന്തോ പറഞ്ഞിട്ടുണ്ടായി ഗൈസ്, നമുക്ക് കറക്റ്റ് തിരിഞ്ഞിട്ടില്ല. എന്ത് ആനയുണ്ട്? വേണ്ട 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 വിടോ, ഇവിടെ നിർത്തണ്ട. ചിലപ്പോൾ നിർത്താൻ പാടില്ലായിരിക്കും. ആ കാറിൽ പോയ ചെങ്ങായി എന്തോ പറഞ്ഞിട്ടുണ്ടായിനി, മുമ്പിലെന്തോ ഉണ്ട് എന്നാ പറഞ്ഞ. കറക്റ്റ് എന്താ തിരിഞ്ഞിട്ടില്ല. ഉണ്ട് അരുവിയുണ്ട്. ഓ ഗായ്സ് ഇതാ നോക്കൂ, സെറ്റിലടാ. എന്ത് പറഞ്ഞ? ഇതെന്നെ ഇടർത്ത് ഇടർത്ത് വേറെന്ത് പറഞ്ഞാ? വലുതുണ്ട്. ഇവന്റെ അടുത്ത പുലി പോയിട്ട് വേറൊന്നും വരില്ല നിങ്ങൾ പറയുന്നു. ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ റോഡാണ്, 2 സൈഡും ഫോറസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസാണ്. ഞാൻ റൈഡർ പോകും. ആ വായു കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ് വായു എടാ. ഒറ്റ തവണയെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമല്ലേ? അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു തവണയെങ്കിലും നമ്മൾ വന്നിരിക്കേണ്ട സ്ഥലമാണ്. ഇതിലും കിട്ടിയ സ്ഥലമുണ്ട്, കുടജാദ്രി ഉണ്ട്. എന്നാലും നമുക്കൊരടുത്ത് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാസർഗോഡ് ആയിരിക്കും കണ്ണൂരായിരിക്കും എല്ലാം എളുപ്പം പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, തലക്കാവേരി തന്നെയാണ്. കുറേ ഉണ്ട്. നമ്മളെ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഇവിടെ 96 കിലോമീറ്റർ കാണിക്കുന്നത്. എൻ്റെ വീട് പിന്നെ കാസർഗോഡ് എണ്ണപ്പാറ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് അവിടെ ഏകദേശം എൻ്റെ അടുത്ത് 69. എൻ്റെ വീട്ടിൽ നിന്ന് 69. അപ്പോൾ രാവിലെ ഞാനൊരു 7:30 ആകുമ്പോൾ പോയി അവനെ പിക്ക് ചെയ്തു. അങ്ങനെയാണ് സംഭവം. ഫാഷൻ ബ്രോ നമ്മുടെ കേറ്റൊക്കെ വെച്ച് പിടിച്ചിട്ട് ഹോണടിച്ചോ. എടാ ഫോറസ്റ്റിൽ ഹോണടിച്ചുകൂടാന്നാ പറയുന്നത്. അടിച്ചുകൂടാതെ മൃഗങ്ങൾക്ക് അതൊരു ശല്യം. കോന്തോറ് ഇരുട്ട് കൂടി വരെ. എടാ ആന വന്നാൽ നീ എന്ത് ചെയ്യും? ആന വന്നാന്നും ചെയ്യണ്ട, ആന ചെയ്തോളൂ. ഇത് കുറേ തയഞ്ഞ കോമഡിയല്ലടാ. ആ നമ്മളങ്ങനെ ആരും കുറ്റം പറയാനും പാടില്ല. അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം അങ്ങോട്ടെല്ലാം ചെയ്തിട്ടുണ്ടായില്ലേ. ഈ ഒരു ഏരിയയിലേക്ക് കയറുമ്പോൾ മാത്രമേ കുറച്ചുകൂടെ റോഡ് മോശമായിട്ട് വരുന്നുള്ളൂ. ബാക്കി മുക്കി. ഇതിപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. അത്യാവശ്യം കോടയുണ്ടല്ലോ. അത്യാവശ്യം കോടയുണ്ട്, തണുപ്പുമുണ്ട്. നമ്മൾ കറക്റ്റ് തലക്കാവേരി അമ്പലം എവിടെയായിട്ട് വരുന്നതെന്ന് അറിയില്ല. അപ്പം ഈ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ചോദിച്ച് പോകാൻ വിചാരിക്കും. ഓരോന്ന് റൈസാക്കി കാണിക്കുമായിരിക്കും. കേരളണ്ടിക്കാൻ പോകാൻ കേൾക്കാർക്ക് ഭയങ്കര ഇത് അഹങ്കാരം. ഓ കോട കോട കുതിങ്ങര കോട കുതിങ്ങര അറിയില്ലടാ. എൻ്റെ വീട് കണ്ണൂരാണ്, ഇവൻ്റെ വീട് കാസർഗോഡായിരുന്നു. അപ്പം ഇവൻ ഓരോരോ ഡയലോഗൊക്കെ വിഴുങ്ങല്. എൻ്റെത് ഇവനും തിരിയൂല, എനക്ക് ഓൻ്റെതും തിരിയൂല. കണ്ണൂരല്ലേ മോനെ? എടാ കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഒരു നാടൻ ഭാഷയാണെങ്കിലും അതിൽ കുറച്ച് അക്ഷരസ്ഫുടതയുണ്ട്. പക്ഷെ നിങ്ങളത് എന്ന് പറഞ്ഞാൽ തനി കാട്ടുമൂല ഭാഷയാണ്. കരിമ്പൂച്ചോ കരിമ്പക്ഷോ അതൊന്നല്ല ഇവിടെ വിഷയം.
വിചാരിച്ചാന്ന് അപ്പോഴേക്ക് ഇവിടെ നോ പാർക്കിംഗ് എഴുതിയിട്ടുണ്ട്. നമ്മള് ഒരു ഫോറസ്റ്റിലേക്കൂടെ പോകുമ്പോൾ അതിന്റെ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് വേണമല്ലേ പോകാൻ, അല്ലേ? അതിനുള്ള വീട്ടിൽ കളിക്കുന്ന കാര്യം നമ്മൾ ഫോറസ്റ്റിൽ വന്ന് കളിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളതിൻ്റെ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് പോകണം. പ്ലാസ്റ്റിക് ഒന്നും അധികം വലിച്ചെറിയാൻ പാടില്ല. പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം നമുക്ക് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ തോന്നും, പക്ഷെ ഫോട്ടോ എടുക്കാൻ പാടില്ല. അത് ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ ഭീഷണി വരും. ആനയുണ്ട് എന്നാ പറയുന്നത്. കാസർഗോഡേക്ക് 94 കിലോമീറ്റർ, കാഞ്ഞങ്ങാടേക്ക് 64. പോടാ. കരിക്ക് ഗ്രാമപഞ്ചായത്താണ്. കരിക്ക് ഗ്രാമപഞ്ചായത്താ, കർണാടക. കരിക്ക് താഴെ കരിക്കുന്നുണ്ട്. കരിക്കല്ല ഇളനീര്. ഗായ്സ് ഇവരെ കരിക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. ആടെ ഒരു സൂപ്പർമാന്റെ ചിത്രമുണ്ട്. അയ്യോ ഗായ്സ്, ഇത് സൂപ്പർമാൻ അല്ല, പുലി. ഗായ്സ് എടാ എന്തരാ ഇത്? ഇവിടെ ഫോൺ അലൗഡാന്നോന്ന് അറിയില്ല. എടുത്തിട്ടുണ്ട്. ഏതാണെന്ന് അറിയില്ല അല്ലേ? ബഗണ്ടേശ്വര. തലക്കാവേരിയിലേക്ക് ഇനിയും ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട്. 7.5 കിലോമീറ്റർ ഇനിയും തലക്കാവേരിയിലേക്കുണ്ട്. സുടരി ഇരുളിലേങ്ങാതെ വെളിതാ കഥവെ മൂടാതെ അടാറ് കാലങ്ങളും മാറി മാറി വരുമിയർകയിൽ നീ ചെയ്തുവേ അഴിയാത കായങ്ങളെ ആற்றும் മായങ്ങളെ അനുഭവം കൊടുത്തിടുമേ മഴை காற்றோடு போகும் வரை போனால் என்ன அது ஏதோ பூவின் துணையானால் என்ன சுடரி சுடரி உடைந்து போகா ഗവൺമെന്റ് ഓഫ് കേരള അല്ലേ? ഗവൺമെന്റ് ഓഫ് കേരള, ഗവൺമെന്റ് ഓഫ് കർണാടക. അതായത് ഉദ്യോഗസ്ഥന്മാരാന്ന് തോന്നുന്നു. അതായത് ഇവിടുന്ന് കലമ്പ് കളിച്ചാൽ കിട്ടും. ഗായ്സ് ആ വണ്ടി തലക്കാവേരി എത്തി. തലക്കാവേരി ടെമ്പിൾ. അപ്പൊ നമ്മ തലക്കാവേരി ടെമ്പിളിന്റെ അകത്തേക്ക് എൻട്രി ആയിട്ടുണ്ടല്ലേ? ലൈറ്റ് ഇട്ടില്ലേ? ലൈറ്റ് ഇടാൻ പറഞ്ഞോണ്ടല്ലോ. ഇതിപ്പോ എന്താ കാണണ്ടേ? എടാ ഇതിന്റെ അഭ്യത ഇവിടെ കാണാൻ വന്നേ കുട്ടേട്ടോ. അപ്പൊ നമ്മളിവിടെ വണ്ടി വെച്ചിട്ടുണ്ട്. ചെരുപ്പ് കൊടുക്കാൻ പൈസ കൊടുക്കണം. അവിടെ ആവുമ്പോ ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് പോകും. അങ്ങനെ ഇപ്പം മലയാളിയുടെ പൈസ കൊണ്ട് കർണാടകക്കാരങ്ങനെ വളരണ്ട. നമ്മള് ചെരുപ്പില്ലാണ്ട് പോകുന്നു. ചെരുപ്പ് വെക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. പക്ഷെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. എവിടെ പോയാലും ഇങ്ങനെ ഫോട്ടോ എടുത്ത് തരാൻ പറയാൻ കുറെ ആളുണ്ടാവും. ല്ലോ അല്ലേ? നിന്നെ കാണുന്നില്ല. കൈവിട്ട് പോയി കഴിഞ്ഞാല് പെരുതി എടുക്കാൻ കഴിയില്ല കേട്ടാ. പ്രശ്നമാണോ? റേഞ്ചും ഇല്ല, ഒന്നുമില്ല. പൈസ വെറുതെ വെള്ളത്തിലെറിഞ്ഞ് കളയുന്നല്ലേ കിട്ടും അല്ലേ? കൊടുത്തു നോട്ട് വരെ എടുത്തെറിയുന്നുണ്ട്. കുട്ടി ഒരു 20 റുപ്യ കണ്ടുവച്ചിട്ടുണ്ട്. വെള്ളത്തിൽ പൈസ ഇട്ടാൽ അതിലില്ല മറ്റേ
ചുറ്റും കോട. ഇതിലോ കാണാണ്ട് വന്നേ ഒന്നും കാണുന്നില്ല. തലക്കാവേരി കാണാൻ വന്നിട്ട് ഫുള്ള് കോട. എല്ലാവരും തലമാസം കാണും. ഗൈസ് അതിപ്പോ അങ്ങ് കേട്ടി. ഇവൻ മോശ സ്വഭാവത്തിലേക്ക് പോലെ ഗൈസ്. കഞ്ചാവ് ചായപ്പൊടിയാണ് കേട്ടാ. ചായപ്പൊടി ഏലക്കായ ഉണ്ട്. എടാ ഇത് വൈനല്ലടാ. വലിച്ചോ വലിച്ചോ. അടുപ്പിൽ അങ്ങനെ തീരെ വെച്ച് ചൂടാക്കാം. ഏതാ ഇത് അടുക്കള കത്തൂലേ? അരക്കിലോ 150 രൂപ എടുക്കണോ? എന്റെ ഈശ്വര, ഇതെവിടുന്ന ഈ മണം? ആഹാ, അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ എന്ന് ഞാൻ ശരിയാക്കി തരാൻ. സോഡ ഒഴിക്കാണ്ട് കുടിച്ച കൂമ്പ് പാടും. കുറച്ചും കൂടി, കുറച്ച് പുളിടാ. ആ, കുറച്ചും കൂടി മതി. കുടിക്കാം. ഞാനൊന്നും ശരിക്കും വെറും മധുരം. മധുര അധികം മധുരം ഉണ്ടാവും. കുട്ടികൾക്ക് ഗ്രേപ്സ്. ഗ്രേപ്സ് അതിൽ റെഡ് വൈൻ ഉണ്ട്. അതാ ടേസ്റ്റ്. അത് വിട്ട് ഇതൊന്നും ഇഞ്ചില്ല. മത്താവുണ്ടോ? ഒന്നാവില്ല. തൊണ്ട കുടിക്കുന്നുണ്ട്. നെല്ലിപ്പട്ട, കാന്താരി, അടിപൊളി. എന്താ കാന്താരി? ഒരേ മാതിരി. കാന്താരി പൊളിടാ. അടിച്ചടാ. എന്ത് അതിന് കൊണ്ടുപോകാൻ ഒരു കുഴപ്പമൊന്നുമില്ല. കൊണ്ടുപോകാനല്ലോ, കുഴപ്പമില്ലല്ലോ. സാൾട്ടഡ് ഗ്രീൻ പെപ്പർ, നമ്മളെ കുരുമുളക് ഉപ്പിലിട്ട്. കോഫി ഉണ്ട്. അവിടെ നൊസ്റ്റ് അടിക്കുന്നില്ല. എന്താ നീ ഇപ്പം ഏത് ചായപ്പൊടി എടുക്കാൻ നിൽക്കുന്നു? പേര് വേണ്ടേ? അതായത് നിനക്ക് പറ്റിയ ഫ്ലേവർ നോക്ക്. ഗ്രീൻ ടീ വേണം, മസാല ഗ്രീൻ ടീ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വെറും ചൂടുവെള്ളത്ത് ഇട്ട് വെക്കണം തന്നെ. ചൂടുവെള്ളത്ത് ഇട്ട് പാലിട്ട് വെക്കാൻ കഴിഞ്ഞത്. പാലിടുന്ന ഇത് പാലക്കട അത് ആവില്ല. പാലക്കാവില്ല, ലെമൻ ആവില്ല. അത് പാലക്കാട് പാലക്കാട്. ഇതെന്താട്ടാ? കിവിയാ? കിവി അതെടുക്കാം. കിടലൻ ചോക്ലേറ്റ് എടുത്തല്ലേ? ഗൈസ് ഈ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് എടുക്കണ്ടേ? അടുത്തോ. 320. ടേസ്റ്റ് ഉണ്ടോ?